നമ്മുടെ റിപ്പോർട്ടർമാർ വിവിധയിടങ്ങളിൽ നിന്ന് ചേരുകയാണ്. ആർ റോഷിപാൽ, മുബഷീർ പി അക്ബർ, ദീപക് മലയമ്മ, റിനു ശ്രീധർ, അലി അക്ബർ ഷാ, ദിലീപ് ദേവസ്യ, പ്രവീൺ പുരുഷോത്തമൻ എന്നിവർ വിവിധയിടങ്ങളിൽ നിന്ന്. ആദ്യം മലപ്പുറത്തേക്കാണ് പോകുന്നത്. മുബഷീർ പി അക്ബർ, സംസ്ഥാനത്തെ വാർഡ് വിഭജനത്തിനെതിരെ പരാതികൾ വ്യാപകമാകുമ്പോൾ വിഭജനം അശാസ്ത്രീയമാണെന്നാരോപിച്ച് ജനകീയ പ്രക്ഷോഭത്തിനും നിയമ നടപടികൾക്കും തയ്യാറെടുക്കുകയാണ് പ്രതിപക്ഷം. മലപ്പുറത്താണ് വാർഡ് വിഭജനത്തിനെതിരെ കൂടുതൽ പരാതികൾ ഉയരുന്നത്. CPIM ഓഫീസിൽ നിന്നുള്ള റിപ്പോർട്ട് അടിച്ചേൽപ്പിക്കുകയാണ് വിഭജനത്തിലെന്നാണ് ലീഗിന്റെ ആരോപണം. ആദ്യം ആ പ്രതികരണം കാണാം. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി ഈ തിരഞ്ഞെടുപ്പിൽ അനുഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ CPM ചെയ്യുന്നത് കടുത്ത ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ്. ഒന്ന്, ഇതിന് വാർഡ് വിഭജനം പ്രഖ്യാപിച്ചപ്പോൾ ആ വാർഡ് വിഭജനം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിമാരും മുനിസിപ്പൽ സെക്രട്ടറിമാരും ഒക്കെ അടങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരെ തങ്ങളുടെ വരുതിയിലാക്കാനുള്ള ശ്രമമാണ് ആദ്യം നടത്തിയത്. അതിന് വഴങ്ങാത്തവരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റി തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങുന്നവരും തങ്ങളുടെ യൂണിയനിൽപ്പെട്ട ആളുകളെയും മാത്രം ആവശ്യമുള്ളിടത്ത് നിയോഗിച്ചു. അങ്ങനെയാണ് വാർഡ് വിഭജനം അട്ടിമറിക്കാനുള്ള ആദ്യത്തെ ശ്രമം തുടങ്ങുന്നത്. വാർഡ് വിഭജനത്തിന് ഡീലിമിറ്റേഷൻ കമ്മീഷൻ നോംസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ മാനദണ്ഡങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ മാനദണ്ഡങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത്. വോട്ടർമാർക്ക് വാർഡിൻ്റെ ഒരറ്റത്ത് നിന്നും മറ്റൊരറ്റത്ത് വന്ന് വോട്ട് ചെയ്യാൻ പോലും കഴിയാത്ത രൂപത്തിലാണ് പല വാർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നിരവധി പരാതികൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിലും മുസ്ലിം ലീഗ് കൊടുത്തിട്ടുണ്ട്, UDFും കൊടുത്തിട്ടുണ്ട്. മഞ്ചേരി നഗരസഭയിൽ നിന്നാണ് മുബഷീർ പി അക്ബർ വിവരങ്ങളുമായുള്ളത്. മുബഷീർ, ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അത്യന്തം പ്രാധാന്യം കൊടുക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ്. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഈ വാർഡ് വിഭജനം ഭരിക്കുന്ന പാർട്ടികൾ അതാത് ഘട്ടങ്ങളിൽ അവർക്ക് അനുകൂലമായ രീതിയിൽ വാർഡ് വിഭജനത്തിലേക്ക് പോകാറുണ്ട്. ഇതിപ്പോൾ LDF സർക്കാർ മാത്രമല്ല, മുൻപ് UDF സർക്കാർ ഭരിക്കുമ്പോഴും ആ രീതിയിൽ വാർഡ് വിഭജനം നടന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണ വ്യാപകമായി CPM അവർക്ക് അനുകൂലമായ രീതിയിലേക്ക് വാർഡ് വിഭജനം നടത്തുന്നു എന്നുള്ള പരാതിയാണ് ഉയരുന്നത്. നിയമ പോരാട്ടം എന്ന് പറയുമ്പോൾ ലീഗ് പോകുന്നു, കോൺഗ്രസ് പോകുന്നു. അതുമാത്രമല്ല, അതിനു മുൻപ് തന്നെ CPI കൂടി ഈ വാർഡ് വിഭജനത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള രാഷ്ട്രീയ കൗതുകം കൂടിയുണ്ട്. എന്താണ് ഈ മഞ്ചേരി നഗരസഭയിലെ കാഴ്ച? സ്മൃതി, തീർച്ചയായും നമുക്കറിയാം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ വലിയ വിജയം നേടിയിട്ടുണ്ട്, വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയം നേടിയിട്ടുണ്ടെന്നൊരു അവകാശവാദം UDF ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ സമാനമായൊരു വാദം LDF ഉന്നയിക്കുന്നത് നമുക്കറിയാം. ഭരണവിരുദ്ധ വികാരം വലിയ രീതിയിൽ ഇവിടെ അലയടിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമെന്നുള്ളത് തന്നെയാണ് UDFന്റെ ആത്മവിശ്വാസം. അത് മുന്നിൽ കണ്ടാണ് ഇപ്പോൾ LDFന്റെ, അതായത് CPMന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി വാർഡ് വിഭജനം അട്ടിമറിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. വിശേഷിച്ചും കോൺഗ്രസും മുസ്ലിം ലീഗും ഇപ്പോൾ BJPയും CPIയും ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി നഗരസഭയ്ക്ക് മുന്നിലാണ്. മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും അധികം പരാതികൾ, വാർഡ് വിഭജന പ്രക്രിയയിൽ പരാതികൾ വന്ന ഒരു മുനിസിപ്പാലിറ്റി കൂടിയാണ് മഞ്ചേരി നഗരസഭ എന്നുള്ളത്. 50-ലധികം വാർഡുകൾ വരുന്നുണ്ട്. പുതിയ വാർഡ് വിഭജനത്തിൽ 3 വാർഡുകൾ കൂടി എന്നുള്ളതാണ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മലപ്പുറത്തിൻ്റെ വാണിജ്യ കേന്ദ്രമാണ് മഞ്ചേരി എന്ന് പറയുന്നത്. തീർത്തും അശാസ്ത്രീയമായിട്ടുള്ള ഒരു വാർഡ് വിഭജനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രതിപക്ഷ ഇതുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗ് അണികളാണെങ്കിലും പ്രതിപക്ഷ കക്ഷികളാണെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് ഒരു വിഷയത്തിൽ പറയുന്നത് സംസ്ഥാന വ്യാപകമായി CPM നൽകിയ പട്ടിക പ്രകാരമുള്ള വാർഡുകളാണ് ആ നിലയിൽ വിഭജിച്ചിട്ടുള്ളത്. അശാസ്ത്രീയമായ ഒരു പ്രവർത്തനമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. വാർഡ് വിഭജനത്തിന് മുൻപായി കാലങ്ങളായി ആ പഞ്ചായത്തിലാണെങ്കിലും നഗരസഭയിലാണെങ്കിലും കോർപ്പറേഷനിലാണെങ്കിലും പ്രവർത്തിച്ചിരുന്ന ജീവനക്കാരെ, ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പല സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പൂർണ്ണമായും പൊളിറ്റിക്കലി ബയസ്ഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ, ജീവനക്കാരെ അതത് കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് അവിടെയുള്ള ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളൊന്നും തന്നെ അറിയാത്ത, ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ CPM എഴുതിക്കൊടുത്ത പട്ടിക പ്രകാരമുള്ളൊരു വാർഡ് വിഭജനമാണ് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മലപ്പുറം ജില്ലയിൽ അതിൻ്റെ ഏറ്റവും ആഴത്തിലുള്ളൊരു വിഭജനം തന്നെ അവർ നടത്തിയിരിക്കുന്നു. വാർഡുകളൊക്കെ തന്നെ വിഭജിച്ചുകൊണ്ട് നഗരസഭയാണെങ്കിലും പഞ്ചായത്തുകളാണെങ്കിലും പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇതിൻ്റെ ഭാഗമായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. എനിക്കൊപ്പം ഈ വാർഡ് വിഭജനത്തിലെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് രൂപീകരിച്ച കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളുണ്ട്. എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്? മഞ്ചേരി നഗരസഭയിലെ നിലവിലെ സ്ഥിതി എന്താണ്? ഇവിടെ ഏത് രീതിയിലാണ് വിഭജനം നടത്തിയിട്ടുള്ളത്? മഞ്ചേരി നഗരസഭയിൽ നിലവിൽ 50 വാർഡുകളാണുള്ളത്.
അത് പുതിയ ഡീലിമിറ്റേഷൻ പ്രകാരം 53 വാർഡുകളായിട്ടാണ് വിഭജനം നടത്തിയത്. തീർത്തും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള വിഭജനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുക? ഇതിന് പറയപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ തീർത്തും ലംഘിച്ചുകൊണ്ടാണ് നഗരസഭയിലെ ഉദ്യോഗസ്ഥർ പാർട്ടി ഓഫീസിലെ നിർദ്ദേശങ്ങൾക്കനുസൃതമായിട്ട് വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത്. അതിന് കാരണം ഇവിടെ കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ അനുപാതികമായിട്ടും ഏകദേശം 53 കിലോമീറ്റർ ചുറ്റളവുള്ള മഞ്ചേരി നഗരസഭയിൽ ഒരു സ്ഥിരം സെക്രട്ടറിയെ നിയമിക്കാതെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഈ വിഭജനത്തിന് വേണ്ടിയിട്ട് തീർത്തും രാഷ്ട്രീയക്കാരനായിരിക്കുന്ന മുനിസിപ്പൽ എഞ്ചിനീയർക്ക് സെക്രട്ടറിയുടെ ചുമതല നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 1 വർഷത്തിനുള്ളിൽ തന്നെ ഇതിന് ബന്ധപ്പെട്ട 2 റവന്യൂ ഉദ്യോഗസ്ഥരെ ഇവിടെ നിയമിക്കപ്പെട്ടു. അതുപോലെ തന്നെ 1 മാസത്തിനകം തന്നെ 2 ഓവർസിയർമാരെ നിയോഗിക്കപ്പെട്ടു. കാലങ്ങളായിട്ട് പ്രവർത്തിച്ചിരുന്ന അതത് രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ജീവനക്കാരെയൊക്കെ തന്നെ അവസാന ഘട്ടത്തിൽ മാറ്റിക്കൊണ്ടാണ് വാർഡ് വിഭജനം ഇവിടെ നടത്തിയിട്ടുള്ളത് എന്നാണ് പ്രക്രിയയാണ്. അത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം കൃത്യമായിട്ട് അറിയാവുന്ന ചില ഉദ്യോഗസ്ഥരെ ഇവിടെ നിയമിച്ചുകൊണ്ടാണ്. ഇതിന് സ്വാഭാവികമായിട്ടും ഈ വാർഡ് വിഭജന പ്രക്രിയ നടത്തേണ്ടത് മുനിസിപ്പൽ സെക്രട്ടറിക്ക് ചുമതലയുള്ള അദ്ദേഹത്തെ സഹായിക്കേണ്ടത് റവന്യൂ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഓവർസിയർമാരും ആണ്. അതിനു വേണ്ടിയിട്ട് 4 പേരെ തിരഞ്ഞെടുത്തപ്പോൾ തീർത്തും രാഷ്ട്രീയം ഉൾക്കൊള്ളുന്ന ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അബദ്ധജടിലമായിട്ടുള്ള വാർഡ് വിഭജനം ഇവിടെ നടത്തിയിട്ടുള്ളത്. നേരത്തെയും ഇവിടെ വാർഡ് വിഭജനം നടന്നിട്ടുണ്ട്. നിങ്ങളുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ മുസ്ലിം ലീഗിലുണ്ടായിരുന്നു. അവരുണ്ടായിരുന്ന സമയത്ത് വാർഡ് വിഭജനം നടത്തിയിരുന്നു. സമാനമായൊരു വിഭജനം തന്നെയാണ് ഇത്തവണയും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് LDF ചൂണ്ടിക്കാണിക്കുന്നത്. ഒരിക്കലുമല്ല. കാരണം ആ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ 2010 വാർഡ് വിഭജന പ്രക്രിയ കേരളത്തിനകത്ത് നടന്നു. അതിനുശേഷം 15 വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു വാർഡ് വിഭജനം. ഈ വാർഡ് വിഭജനത്തിനകത്ത് സ്വാഭാവികമായിട്ടും പരിഗണിക്കപ്പെടേണ്ട ജനസംഖ്യയും അതുപോലെ തന്നെ വീടുകളുടെ എണ്ണവും അത് ക്രമാതീതമായിട്ട് കുറവ് വരുത്താനും അതുപോലെ തന്നെ 10% കുറവ് വരുത്താനും 10% കൂട്ടാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ട്. അത് മുസ്ലിം ലീഗോ ജനാധിപത്യ മുന്നണിയോ ജയിക്കുന്ന വാർഡുകളിൽ അത് പരമാവധി 9% വരെ വിവിധ വാർഡുകളിൽ കൊണ്ടെത്തിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ചില വാർഡുകളിൽ അത് 1% പോലും വർധനമില്ലാത്ത രീതിയിലും വാർഡ് വിഭജന പ്രക്രിയ നടത്തിയിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് സ്മൃതി. ഒരു ചിത്രം മഞ്ചേരി നഗരസഭയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട്. ഈ വാർഡ് വിഭജനത്തിൽ അതിനെ വിമർശിച്ചുകൊണ്ടുള്ള ചിത്രമാണിത്. നമുക്ക് കാണാൻ സാധിക്കും. മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ നെല്ലിക്കുത്ത് വാർഡ് 27ാം വാർഡ് എന്ന് കാണിച്ചുകൊണ്ടുള്ള ചിത്രമാണ്. പല രീതിയിൽ വെട്ടിമുറിക്കപ്പെട്ട ഒരു വാർഡ് എന്ന രീതിയിലാണ് ഈ ഒരു ചിത്രം അവർ കാണിച്ചിട്ടുള്ളത്. മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ വീമ്പൂർ വാർഡും ഈ നിലയിൽ വെട്ടിമുറിക്കപ്പെട്ടു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് വസ്തുതയാണോ? ഈ പ്രചരിക്കുന്ന ചിത്രം ഈ രീതിയിൽ തന്നെയാണോ? മഞ്ചേരി നഗരസഭയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭ്യമായ മാപ്പനുസരിച്ച് ഇത്തരത്തിൽ ഈ പറയപ്പെടുന്ന 2 വാർഡുകളിലെയും ജനങ്ങൾക്ക് ഏകദേശം 4 കിലോമീറ്റർ ചുറ്റളവിൽ അല്ലെങ്കിൽ 4 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ട് വേണം പുതിയ പോളിംഗ് സ്റ്റേഷനിലേക്ക് വാർഡ് സഭയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഇത് ഈ 2 വാർഡുകളിൽ മാത്രമല്ല, മഞ്ചേരിയിലെ പ്രധാനപ്പെട്ട 2-3 പ്രദേശങ്ങൾ, കടങ്ങഴി, മുള്ളമ്പാറ തുടങ്ങിയ പ്രദേശങ്ങളെ ഒരേ പ്രദേശത്ത് തന്നെ 2-3 വാർഡുകളായി വിഭജിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് തീർത്തു രാഷ്ട്രീയമാണ്, ഒരു തർക്കമല്ല. മഞ്ചേരി കച്ചേരിപ്പടി ഇപ്പോൾ ഇവിടെ മഞ്ചേരി തുറക്കൽ ബാപ്പുട്ടി ബൈപ്പാസിൽ നിന്ന് തുടങ്ങി ഏകദേശം 2 കിലോമീറ്റർ അപ്പുറത്തുള്ള മുള്ളമ്പാറ എന്ന പ്രദേശത്തെ 2 വാർഡാക്കി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ആ രീതി അനുവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഈ മാര്യാട് വീമ്പൂർ എന്ന് പറയപ്പെടുന്ന പ്രദേശം ഉൾനാടൻ പ്രദേശങ്ങളാണ്. അതിനകത്ത് യാത്രാ സൗകര്യം പോലുമില്ല. കൃത്യമായ രാഷ്ട്രീയമുണ്ട്. തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ വാർഡ് വിഭജനം എന്നുള്ളത് ഉദാഹരണങ്ങൾ സഹിതമാണ് ഇപ്പോൾ ലീഗ് പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മഞ്ചേരി നഗരസഭയിൽ നിന്നും നമുക്ക് കാണാനാകുന്നത്.